സോറി പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലേ. അതാണ് അതാ ആദ്യം തന്നെ ഒന്നങ്ങോട്ട് പുകച്ച് പുറത്തി അടിക്കാമെന്ന് വിചാരിച്ച്. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ തീമടാണ് കേട്ടോ. ഇന്ന് നീയക്കുട്ടി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് പൊതിച്ചോറ് കെട്ടിത്തരുമെന്ന്. പൊതിച്ചോറെങ്കിൽ പൊതിച്ചോറ്. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ ചോറൊക്കെ വെച്ച് കൊടുത്തു വിടണം. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കുടം വെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് വെക്കും. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കുടിക്കൽ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ, എന്നിട്ട് വേണം മരിയിടാൻ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇന്നിപ്പോൾ പൊതിച്ചോറാണ് വിചാരിച്ച് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരൊറ്റ ഉപ്പേരി വെച്ചിട്ടാണ് ഞാനിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിലും അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. ആദ്യം ഞാനൊന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരി ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഒരു തിങ്കളാഴ്ച ദിവസം കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കരുതിച്ചിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേനി കേട്ടോ. അപ്പോൾ പോയപ്പോൾ അവിടെ കുറേ സമയം നിൽക്കണമല്ലോ. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഈ കുട്ടീനെ ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ജനുമോനെയും കൊണ്ട് ഞാനാണ് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ടായിരുന്നു. അപ്പം 10 ദിവസം കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗവൺമെൻറ്റിലാവുമ്പോൾ കുറച്ച് സമയം കാത്തിരിക്കണം. ആ കാത്തിരിക്കുന്ന സമയത്ത് ഓരോരോ വിക്രയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ജനുമോനെയും കൊണ്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. അപ്പം അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നാളെ തൊട്ട് സ്കൂൾക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ പോയിക്കോ, കുറച്ച് ദിവസം ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ മതി, ഫുഡും വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക, പിന്നെ കുട്ടികളതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതൊക്കെ ഇരിക്കുക, പിന്നെ ഓടിക്കളിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ചയും കൂടി പോവണ്ട, അടുത്ത ആഴ്ച തൊട്ട് പോവാം എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും പക്ഷെ നീയക്കുട്ടി സമ്മതിച്ചില്ല കേട്ടോ. അതാണ് സോറി പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അവിടെ നിന്ന് കെട്ടിയവനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ അവിടെയാണ് പണിയെന്നൊന്നും അറിയില്ലേനി കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വന്നപ്പോണ്ട് ആളവിടെ ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ പിന്നെ ആൾ പണിയെടുക്കണതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. അപ്പം എന്നോട് ഓരോരുത്തർ ചോദിക്കലില്ലേ കുഞ്ഞുട്ടിക്ക് എന്താണ് പണി, തന്നെയാണ് കേട്ടോ പണി, പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ടില്ലേ.
അങ്ങനെയുള്ള പണികളൊക്കെയാണ് കേട്ടോ. പിന്നെ നീയക്കുട്ടി നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? നീയക്കുട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേനി അങ്ങനെ വാശി പിടിക്കലില്ലേ ഓരോ കാര്യങ്ങൾ, അത് വാങ്ങി തന്നില്ല ഇത് വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കണ്ടോ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പച്ചി നമുക്ക് പൈസ കൊണ്ട് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഓക്കും തന്നെ ഭയങ്കര സങ്കടമായിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞാനും തന്നെ പണി ഇതാണെന്ന് അറിയാം കേട്ടോ. അപ്പം ഞാൻ കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നല്ലോ പണി എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ആ വെയിലും കൊണ്ട് ആ ഒരു പോസ്റ്റിന് മുകളിൽ എത്ര സമയം നിന്നു എന്നറിയോ. അപ്പം അതിങ്ങനെ നോക്കി നിൽക്കേനിട്ടോ ഞങ്ങൾ. അപ്പം അതാ കാണുന്തോറും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് ഉണ്ടായിനി കേട്ടോ. അപ്പം ഇതൊന്നും എന്നും കാണണമെന്നൊന്നുമില്ല. പണി കയറി വരുമ്പോൾ ആ ഒരു മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഒരു പണിക്ക് എന്നുള്ളത്. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ കഷ്ടപ്പെടാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല അല്ലേ. പിന്നെ ഈ ഇന്ന് കഷ്ടപ്പെടാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് ഒരുപാട് ഒരു കഷ്ടപ്പെട്ടിൻ്റെ ഒരു പ്രതിഫലമായിട്ടായിരിക്കും ആ ഒരു കഷ്ടപ്പാടില്ലാതെ ജീവിക്കണല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം നേരിൽ പണിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിട്ട് ഒരുപാട് സമയം ആ പോസ്റ്റിൻ്റെ മുകളിൽ ആ വെയിലത്ത് ആ ഒരു തൊപ്പിയുണ്ട്. പക്ഷെ എന്നാലും സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളേനു. പക്ഷെ നല്ല വെയിലും വന്നിട്ടുണ്ടായിന് കേട്ടോ. ഈ കുട്ടിക്ക് അതന്നെ ഒരു പണിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉപ്പേച്ചി പണിയെടുക്കണ അവിടെ ഇങ്ങനെ പോയി നോക്കുക, അവിടെ ഒപ്പമുള്ള പണിക്കാരോടൊക്കെ വർത്താനം പറയുക, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഈ കുട്ടീൻ്റെ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ ഡോക്ടറെ കാണാൻ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ കണ്ടു നിൽക്കലേന് കേട്ടോ ഓക്കുള്ള പണി. അപ്പം ഇനി നമുക്ക് വീഡിയോൻ്റെ ബാക്കി ഭാഗത്തേക്ക് തന്നെ വരാം കേട്ടോ. അത് ഇന്നലെ പോയപ്പോൾ എടുത്ത വീഡിയോ തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെയാണ് ഞാൻ പിന്നീട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയലോക്കത്തെ വായ വീണ്ടും ഒടിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വാഴ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് വെച്ച് വീഴ്ത്തിയതാണോ എന്ന്. അങ്ങനെ വീഴ്ത്താൻ മാത്രമല്ല പവറൊന്നും എൻ്റെ കണ്ണിനില്ല കേട്ടോ. പിന്നെ അങ്ങനെ കെത്തിയിട്ട് വീഴ്ത്തേണ്ട ആവശ്യമില്ല. കാരണം അപ്പുറത്തെ ഇനിയിപ്പോൾ അയൽവക്കക്കാരതാണെങ്കിലും അവിടെ ഉണ്ടായാലും നമ്മളെ കുട്ടികൾക്ക് ഒരു എപ്പോഴും ഓല് തരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വായൻ്റെലൊക്കെ തപ്പി ഇറങ്ങിയതാണെങ്കിലും വായൻ്റെല നമുക്ക് കൈമൊന്നും നല്ലത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് അജു ഞാൻ ഉണ്ടാക്കിയ സാധനം ഒന്ന് കാണാൻ വരുമോ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി കുറേ സമയം ഇങ്ങനെ മെനക്കെട്ട് ഓരോ പണിയായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായി കേട്ടോ. അപ്പം എന്താ ഉണ്ടാക്കുന്നത് എന്നൊന്നും ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു 5-6 A4 തീരുമാനം അയക്കണ കുറച്ച് പശയും എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. പേനയും പെൻസിലും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെവിടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് സ്കൂളിലെ ബുക്കിലുണ്ടായിരുന്നു ഇത്ര. അപ്പം അത് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതെന്തിനാണ് ഈ കോഴിപ്പൂവ്? ഓ ഇത് ചെയ്യൂലേ ഇതിൽ കിടന്നിട്ട്? എത്ര അറകളാ? 6 അല്ലേ? ഇതെങ്ങനെയാ വെച്ച് ഉണ്ടാക്കിയേ? യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാ? ബുക്കിൽ നിങ്ങൾ സ്കൂളത്തെ ബുക്കിലോ? എന്നിട്ട് ഇത് സ്കൂളിൽ കൊണ്ടുപോകണോ? ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തളാ. ഇത് ഇനി രണ്ടാക്കും ഇന്നലെ വൈകുന്നേരത്ത് ഇങ്ങനെ എന്തോ മെനക്കെട്ട പണി ഉണ്ടേനി. പക്ഷെ എപ്പോഴാണ് ഞാനത് വന്ന് നോക്കണത് കേട്ടോ. കൊള്ളാം, അടിപൊളി, താങ്ക് യു, ഗുഡ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ നിയമമൊക്കെ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഓളെ കോട്ടൊന്നും തിരഞ്ഞിട്ട് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ എന്നെ. അലമാരൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും അന്തം കൂടാണ്ട് കേട്ടോ. ഭയങ്കര ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ടെങ്കിലും പക്ഷേ ഈ അലമാര എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആകാതെ നിൽക്കുന്നൊരു സാധനമാണ് കേട്ടോ. 3 മക്കൾ ഓല ഓരിയും വലിച്ചിടും. പിന്നെ ഇപ്പച്ചി ഉള്ളത് മൂപ്പരെ ഓരിയും വലിച്ചിടും കേട്ടോ. അപ്പോൾ പിന്നെ അലമാരൻ്റെ അവസ്ഥ അങ്ങനെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ രണ്ടാളും അജു മാറ്റിയിട്ടില്ല കേട്ടോ. നീക്കുട്ടി നേരത്തെ മാറ്റി ഒരുങ്ങി വന്ന് രണ്ടാളും ഇരുന്നിട്ട് ചായ കുടിക്കണം കേട്ടോ. നമ്മുടെ ജനിക്കുട്ടന് രാവിലെ ഞാൻ എണീച്ച് പോകുന്നപ്പോൾ പിന്നെ ഇപ്പച്ചീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയത് കേട്ടോ. ഇപ്പച്ചിയും കാക്കും ഒന്ന് നീച്ചതൊന്നും ഓൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-4 ആഴ്ചക്ക് ശേഷം നീക്കുട്ടി സ്കൂളിലും മദ്രസയിലൊക്കെ പോയി തുടങ്ങാൻ കേട്ടോ. അങ്ങനെ അതാ ഞാൻ വീണ്ടും പോയിട്ട് വലിയൊരു വായൻ്റെ ഇല വെട്ടിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഇത് നമ്മുടെ വായമ്മത്തെ വായൻ്റെ ഇല തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ വായൻ്റെ ഇല പറിച്ചു കൊണ്ടെന്നെങ്കിലും അത് വാഴ
ഞാൻ വായ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പം ഞാനിതാ വായൻ്റെ ഇലയൊക്കെ പാകാക്കി കൊണ്ടുവന്ന് പൊതി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒന്ന് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ചെറുപയർ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുട്ടിക്കൊന്ന് ചായ ചൂടാക്കി തരുമോയെന്ന് ചോദിച്ചതേനി കേട്ടോ. അത് ചൂടാക്കാൻ വെച്ച് അത് തിളച്ച് മറിഞ്ഞപ്പോഴാണ് കേട്ടോ നോക്കുന്നത്. ഇനി അത് ചൂടാക്കി കൊടുക്കേണ്ട അവസ്ഥയായി ഇപ്പോൾ. എന്താ ചെയ്യാ, മറവി കൂടപ്പിറപ്പായാൽ ഒരു പണി എടുക്കുമ്പോൾ ഒരു 2 പണി ഇരട്ടി പണിയായി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. കറിയൊന്നുമില്ല കേട്ടോ. ഈ ചെറുപയർ ചോറാകുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കണം കേട്ടോ. പണ്ട് നമ്മൾ ഒരു ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയിട്ടൊക്കെ നമ്മൾ ഇതേപോലെ പൊതിച്ചോറൊക്കെ കെട്ടി പോയിട്ടില്ലേനോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഓർത്ത് ഞാൻ ഈ പൊതിച്ചോറ് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കേട്ടോ മക്കൾക്ക്. പിന്നെ മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത് അങ്ങനെയൊന്നും വെച്ച് ലാവിഷാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നിയക്കുട്ടിക്ക് ബീഫും ചിക്കനും മുട്ടയും ഒന്നും കൂട്ടാനൊന്നും ആയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ 2 പൊതിച്ചോറും റെഡിയായി. അപ്പം ഞാൻ വായൻ്റെലൊന്നും വെച്ച് കെട്ടിയിട്ടില്ല. ഞാനിങ്ങനെ പേപ്പറല്ലല്ലോ കവറിലാക്കിയിട്ടൊന്ന് കെട്ടി വെച്ചെടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല അഥവാ പോന്നാലും ബാഗിലൊന്നും ആവില്ലല്ലോ. അപ്പം അങ്ങനെ പൊതിച്ചോറ് റെഡിയായി. 2 ആളും മദ്രസൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോലെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളും ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിയക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഞങ്ങളും പോകലുണ്ടായിരുന്നില്ല. അച്ഛൻ പിന്നെ കുറച്ചൊക്കെ വലിയ കുട്ടിയായല്ലോ. അപ്പോൾ പിന്നെ ഓന് കൂട്ടുകാരുടെ കൂടെ അങ്ങനെയാണ് കയറി പോകലാണ് കേട്ടോ പതിവ്. ശരിക്കും നോക്കി ചേച്ചി. അങ്ങനെ ഞാൻ മക്കളെയൊക്കെ ബസ്സൊക്കെ കയറ്റി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. രാവിലെ ഞാൻ ചോറ് വെച്ച പാടെ തന്നെ കറിയൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഈ സമയത്ത് വലിയ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിട്ടുള്ളതിന്. അപ്പം കഴിഞ്ഞ നമ്മളെ വീഡിയോ കണ്ടപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ കുക്കർ വെച്ച സമയത്ത് 1-2 പ്രാവശ്യം ചെരിഞ്ഞിങ്ങനെ വീഴാൻ പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ പോയത് ഇതിൻ്റെ ഇവിടെയൊക്കെ പൊട്ടി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് പറയുന്നു ഈ സാധനം പൊട്ടിക്കുന്നു, പുതിയത് വാങ്ങിത്തരണം എന്നൊക്കെ ഉള്ളത്. ആയിക്കോട്ടെ വാങ്ങാലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് പറച്ചിൽ ഭയങ്കരമായിരുന്നു. പക്ഷേ ആളതങ്ങനെ മറന്നു പോകും കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ പറയുന്നു. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് സതാപവും സെൻറ്റിയും ഒക്കെ പാടങ്ങട്ട് മിക്സാക്കിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, കണ്ടോ കുക്കർ വീഴാൻ പോയതൊക്കെ കാണിച്ചു കൊടുത്തു. ഇതേപോലെ ചൂടുള്ളതൊക്കെ മറിയുമ്പോൾ ഞാൻ പൊള്ളിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പര് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയിട്ട് ഇത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. ഭയങ്കര ഗതികേട് തന്നെ ഇനി കേട്ടോ. ഞാനതൊരു സിമ്പിൾ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ പോരുമ്പോൾ എനിക്ക് തന്നെ പേടിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ അഥവാ നമ്മൾ ആ ചൂടായി കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ കൈയൊന്ന് തട്ടിയാൽ നമ്മളെ മേത്തേക്ക് തന്നെ വരും, പൊള്ളും. പിന്നെ അത് നമ്മൾ തന്നെ സഹിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് പോയിട്ട് ആളിതാ ഇപ്പം അഥവാ പൊള്ളിങ്ങാണ്ട് എനിക്ക് പണിയാകുമോ എന്നുള്ളൊരു പേടി മൂപ്പർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം വേഗം പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പം അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പുതിയ സാധനമൊക്കെ കയറ്റിട്ടോ. അപ്പോൾ പഴയ സാധനം എടുത്തു തന്നത് നമ്മൾ ജനിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഓൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ ഉഷാറായിട്ട് പിന്നാലെ തന്നെ ഉണ്ട്. പിന്നെ ഓൻ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുടക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ തുടക്കണ ഈ വടിൻ്റെ നൂലുണ്ടല്ലോ ഇങ്ങനെ പോരുന്നുണ്ടേനി കേട്ടോ. അപ്പം സാധാരണ ഞാൻ വടി ഒരു കുറേ 1-2 വർഷമായി തോന്നുന്നുണ്ട് ഈ വടി തന്നെ. അതിൻ്റെ ഈ സാധനം ഇങ്ങനെ മാറ്റി വാങ്ങലേനി കേട്ടോ. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ ആ തുണി ഉള്ള ഭാഗം. അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് അത് വാങ്ങണ്ട. ഇവിടെ ഒരു സെനുവിൻ്റെ പുതപ്പുണ്ടേനി കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതായി നിന്ന് വിരിച്ച ഇതാണ്. അപ്പോൾ ഇപ്പം വല്ലാണ്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ ഓൻ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ കള്ളി പൊളിഞ്ഞില്ലേ. സംഗതി ശരിക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് ഓൻ ഉറങ്ങിയിനി, പക്ഷെ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഓൻ്റെ കൂടെ തന്നെ കേട്ടോ. ജനിമോൻ എന്ന് പറഞ്ഞപ്പോൾ ഹാജർ പറഞ്ഞതാണ് ഓന്. അപ്പം ഈ ഒരു പുതപ്പ് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നു കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല പുത്തം പുതിയ ഹാജർ മതി, ഹാജർ കേട്ടിക്കണം കേട്ടോ. ഇത് ഞാൻ മുറിച്ചെടുക്കാണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓട്ടയൊക്കെ ആയിട്ട് പഴയ പുതപ്പാണ് കേട്ടോ. കുടിയിലുണ്ടായിരുന്നത് ഞാനിങ്ങനെ കൊണ്ടുവന്നത് ഇനി ഓനക്ക് പുതക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് പൊഴിച്ചു കൊടുക്കലൊന്നുമില്ല. അപ്പം ഞാനിത് നമ്മൾ ആ ഒരു വാങ്ങണ ഇതുണ്ടാവൂലേ നൂലായിട്ട്, അപ്പം അതേപോലെ ആകാൻ വേണ്ടിയിട്ട് പറ്റ ഡേയ്സ് ആക്കിയിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ എല്ലാതും അതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഞാൻ കുറച്ചൊന്ന് വീതിക്കാണ് കേട്ടോ മുറിച്ചെടുക്കണേ. പറ്റ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാൻ മാത്രമല്ല ക്ഷമ ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് വലുതാക്കിയിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം എന്ന് വിചാരിച്ച്. പിന്നെ ഇതിപ്പോൾ ഒരുപാട് കാലം നിൽക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കുറച്ച് കാലം നിന്നാൽ അത്രയായി. എന്നാൽ പിന്നെ ഞാൻ അതിനൊരു 100 റുപ്യ ഇപ്പം മുടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ പൈസ മുടക്കണീനല്ല കേട്ടോ, വെറുതെ ആ ഒരു പുതപ്പവിടെ ഇങ്ങനെ വെറുതെ കിടക്കണീനും. അപ്പോൾ അതെന്തെങ്കിലും ഒരു ഉപകാരത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കുണ്ടല്ലോ വാങ്ങണ ആ ഒരു നൂല് വാങ്ങിയാലും ഒരുപാട് കാലമൊന്നും നിൽക്കലില്ല കേട്ടോ. കാരണം അവിടെ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുടക്കണ ആ ഒരു ഇത് കേട് വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാലം ഇതും കൊണ്ടാണ് ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ആ വടിമ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. ഇത് മുറിച്ചെടുത്ത് ഇപ്പോൾ വിചാരിച്ചേ ഇതൊക്കെ ഇപ്പോൾ ഒരുപാടില്ലേ, ഇതൊക്കെ ഇതിമ്മക്ക് ഏറെ ഇക്കാരം എന്ന് വിചാരിച്ചെങ്കിലും ഇട്ട് വന്നപ്പോൾ ഇതിമ്മക്ക് ഇനി ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇനി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ മതി. എന്നാലും തുടക്കാൻ വലിയ കുഴപ്പം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതന്നെ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അതിൻ്റെ ഇടയിൽ പെടാത്ത ഒരാളാണ് ഇപ്പോൾ ആ ചാടിയത്. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കണം. ഏതായാലും തുടപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ തുടക്കുന്നതും കൂടെയാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ വാങ്ങണ ആ തുടപ്പിൻ്റെ അത്രയ്ക്ക് ഇങ്ങോട്ട് ക്വാളിറ്റിയും അതേപോലത്തെ ആ ഒരു തുടക്കാനുള്ള സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് നല്ല പൊടിയും ചളിയൊക്കെ പോരും കേട്ടോ. ഇങ്ങനെ ഈ ബനിയൻ്റെ ഇത് വെച്ചിട്ട് തുടച്ചെടുത്താലും. അപ്പം ഞാനിഞ്ഞത് വേഗങ്ങൾ തുടച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തല്ലേ കേട്ടോ. പിന്നെ ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.